നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് മണ്ഡലത്തിൽ പ്രസ്ഥാനം തോറ്റാൽ സതീശ തന്നെ വെട്ടിക്കൂട്ടി കത്തിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തലയ്ക്കു മുകളിൽ വാളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ വെട്ടിപ്പുറത്തിട്ടത് സതീശൻ ഒരുത്തനാണ്. പാർട്ടി തിരിച്ചെടുത്തിരുന്നുവെങ്കിൽ രാഹുൽ പാലക്കാട് നിന്ന് ജനവിധി തേടി പുഷ്പം പോലെ ജയിക്കുമായിരുന്നു എന്ന് വാദിക്കുകയാണ് മാങ്കൂട്ടം ആർമി. ശോഭാ സുരേന്ദ്രനെ ഇറക്കി പാലക്കാട് പിടിക്കാൻ BJP രണ്ടും കൽപ്പിച്ചാണ്. പാലക്കാട് കയ്യിൽ നിന്ന് പോയാൽ സതീശൻ ഒരുത്തന്റെ നെറുകേട് കൊണ്ടാണെന്ന് ഷാഫി കൂട്ടരും വെടിപൊട്ടിക്കുന്നു. തലയും കുത്തി നിന്നിട്ടായാലും പാലക്കാട് പിടിച്ചില്ലെങ്കിൽ സതീശന്റെ കാര്യം കട്ടപ്പുകയാണ്. കണ്ടോ സതീശ, പാലക്കാട് ചെക്കന്റെ ഹോൾഡ്. രാഹുൽ പാലക്കാട് ചെന്നിറങ്ങുമ്പോഴുള്ള ആവേശ വീഡിയോകൾ വൈറലാക്കി സതീശന് നേരെ ചാട്ടുളി വീശുകയാണ് മാങ്കൂട്ടം ആർമി. അപകടം മനസ്സിലാക്കി സതീശൻ പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സതീശന്റെ അതിമോഹം പാർട്ടിക്ക് കുഴിവെട്ടുന്നുവെന്ന വലിയ വിമർശനം കോൺഗ്രസിലും UDFിലും ഉണ്ട്. ഇപ്പോൾ രാഹുലിന്റെയും ഷാഫിയുടെയും ഒക്കെ ആർമി അതിശക്തമായി സതീശന് നേരെ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഫ്രോഡ് കളി കളിച്ച് രാഹുലിനെ ഒതുക്കി, എതിരാളികളെന്ന് തോന്നിയ പലരെയും ഒതുക്കി. ഭയമുണ്ടായിരുന്നത് സുധാകരനെ. മത്സരിക്കാൻ സീറ്റില്ലാത്ത സുധാകരനും ഇപ്പോൾ മൂലയ്ക്കായി. എല്ലാം തനിക്ക് അനുകൂലമായി വന്നുവെന്ന് ആശ്വസിക്കുന്ന സതീശൻ രാഹുൽ ആർമി കളം നിറഞ്ഞതോടെ വീണ്ടും വിറയ്ക്കുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണല്ലോ. എന്നാൽ രമേശ് പിഷാരടി തങ്ങൾക്കൊരു എതിരാളിയെ അല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പച്ചയ്ക്ക് വിളിച്ചു പോകുന്നത്. രാഹുൽ ആയിരുന്നുവെങ്കിൽ ശോഭ ഈ ഹുങ്ക് കാണിക്കില്ല എന്നാണ് രാഹുൽ പക്ഷക്കാർ പറയുന്നത്. പാലക്കാട് ശോഭയെ ഇറക്കിയത് മണ്ഡലം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. വേറെ ആരെ നിർത്തിയാലും ശോഭ നിൽക്കുന്നത് പോലത്തെ ഓളം ഉണ്ടാകില്ലെന്ന് BJPക്ക് അറിയാം. എതിരാളി ശോഭയായതുകൊണ്ട് പിഷാരടി വിയർക്കും. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പാലക്കാട്. ജനം BJPയെ മാറ്റി നിർത്തുമ്പോഴും ശോഭയോട് അടുപ്പമുള്ളവരുണ്ട്. മാത്രമല്ല BJPക്ക് പാലക്കാട് സ്വാധീനവുമുണ്ട്. അതിൻ്റെ കൂടെ ശോഭയെ പോലെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് കൂടിയായതോടെ മിഷൻ സക്സസ് എന്ന ആത്മവിശ്വാസത്തിൽ BJP. ഈ ഘട്ടത്തിലാണ് സതീശന് നേരെ തെറിവിളി. പാലക്കാട് കൊണ്ടുപോയി കളഞ്ഞാൽ സതീശ തൻ്റെ രാഷ്ട്രീയത്തിന് സമാധി തീർക്കുമെന്നാണ് വെല്ലുവിളികൾ. സിനിമാക്കാരൻ പാലക്കാട് വന്ന് എന്തോന്ന് മറിക്കാനാണെന്നാണ് BJPക്കാരുടെ പരിഹാസം. പക്ഷെ BJP പിഷാരടിയെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. കാരണം ഷാഫി എന്ന വലിയ ശക്തി പിഷാരടിക്കൊപ്പമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ജയിപ്പിച്ചത് ഷാഫി മാജിക്കാണ്. ഷാഫി ഒരു വഴിക്കൂടെ പിഷാരടിക്ക് വേണ്ടി അതിശക്ത പ്രചാരണം നടത്തും. മറ്റൊരു വഴിക്കൂടെ രാഹുൽ മാങ്കൂട്ടത്തിലും പിഷാരടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒപ്പം പാലക്കാട്ടുകാരുടെ ഹൃദയവും കൂടി ചേരുമ്പോൾ പിഷാരടി പുഷ്പം പോലെ ജയിക്കും. പാലക്കാട് പിഷാരടിക്ക് മാത്രമായി ഒന്നും ചെയ്യാനില്ല. ഷാഫി രാഹുൽ ബലത്തിലാണ് പിഷാരടിയുടെ കളികളെല്ലാം ഇനി നടക്കുക. പിന്നെ പുട്ടിന് പീര പോലെ പിഷാരടി ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി ബന്ധം ഉയർത്തി കാണിക്കുന്നു. മമ്മൂട്ടി ബന്ധം പ്രചാരണത്തിൽ ആയുധമാക്കുന്ന പിഷാരടിയോട് മുറുമുറുപ്പിലാണ് CPM. കാരണം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. CPM കൂട്ടർക്ക് പിന്തുണ കൊടുക്കാതെ മമ്മൂട്ടി പിഷാരടിയെ ജയിപ്പിക്കാൻ നടക്കുന്നുവെന്ന ട്രോളുമുണ്ട്. പോരാത്തതിന് UDF ക്യാമ്പ് പിഷാരടി മമ്മൂട്ടി കോംബോ ഉയർത്തി CPMനെ ട്രോളുകയും ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിഷാരടിയാകട്ടെ മമ്മൂട്ടിയുമായുള്ള ആത്മബന്ധം പരമാവധി ഉപയോഗിക്കുന്നു. രമേശ് പിഷാരടിയുടെ ചില നിലപാടുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മുൻപ് പല വേദികളിലും നമ്മൾ പിഷാരടിയെ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാൽ അപ്പോഴൊന്നും പിഷാരടിയുടെ നെറ്റിയിൽ അങ്ങനെ കുറിയൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ പാലക്കാട് ചെന്നിറങ്ങുമ്പോഴും വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഒക്കെ നെറ്റിയിൽ ഒരു കുറിയുണ്ട്. ആരെ കാണിക്കാനാണ് പിഷാരടി ഇത്? ഞാൻ ഹിന്ദുവാണെന്ന് തെളിയിക്കാനോ? അതോ പാലക്കാട് ചെല്ലുമ്പോൾ കുറിയിട്ട് കാണിച്ചാലേ വോട്ട് കിട്ടൂ എന്നാണോ? അതോ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് കാണിക്കാനോ? പാലക്കാട് ഹിന്ദുക്കൾ മാത്രമാണോ ഉള്ളത്? ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരിക്കേണ്ടത് നിലപാടാണ്. അല്ലാതെ ഇമാതിരി പ്രഹസനം അത് ജനം ചോദ്യം ചെയ്യും. ഉത്തരം പറയാനില്ലാതെ പിരിവെട്ടി നിൽക്കേണ്ടിയും വരും. മറ്റൊന്ന്, പിഷാരടി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും മത്സരിക്കുന്നത് സിനിമാക്കാരനായ രമേശ് പിഷാരടിയല്ല, കോൺഗ്രസ് പ്രവർത്തകനായ രമേശ് പിഷാരടിയാണെന്നാണ്. ഞാൻ പ്രചാരണത്തിന് സിനിമാക്കാരെ കൊണ്ടുവരില്ല, അവരെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കില്ല. കോൺഗ്രസ്സുകാരനായ പിഷാരടിയാണ് മത്സരിക്കുന്നതെങ്കിൽ
നിങ്ങൾ എന്തിനാണ് പ്രചാരണത്തിന് എവിടെ ചെന്നാലും മമ്മൂട്ടി പേര് പറയുന്നത്? തുടക്കം പിഴച്ചാൽ ഒടുക്കവും പിഴയ്ക്കുമെന്നാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഉടൻ രമേശ് പിഷാരടി 2 കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിലൊന്ന്, ജയിച്ചാൽ പാലക്കാട്ടേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നതാണ്. രണ്ടാമത്തേതാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നതാണ്. ഇതോടെ ട്രോളുകൾ ഒഴിഞ്ഞ ഒരു നേരവും ഇപ്പോൾ പിഷാരടിക്കില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സാധാരണയായി ജയിച്ചാൽ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് മത്സരിക്കാൻ ഇറങ്ങുക. റോഡുകൾ പണിയും, പാലങ്ങൾ പണിയും, സാധാരണക്കാരോടൊപ്പം നിൽക്കും, ജംഗ്ഷനുകൾ വികസിപ്പിക്കും, മേൽപ്പാലം യാഥാർത്ഥ്യമാകും, അങ്ങനെ ഇങ്ങനെ. പക്ഷേ രമേശ് പിഷാരടി പാലക്കാട് നൽകിയ ഉറപ്പ് അതാണ് ബഹുകോമഡി. ജയിച്ചാൽ പാലക്കാട്ടേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന്. മമ്മൂട്ടിയെയാണോ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടത്? അതോ മെച്ചപ്പെട്ട റോഡുകളും ഫ്ലൈ ഓവറുകളും മറ്റ് വികസന പദ്ധതികളുമാണോ? മമ്മൂട്ടിയെ കൊണ്ടുവരാമെന്ന വാഗ്ദാനം പിഷാരടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേട്ടിട്ടുണ്ട്. ഇതായിരുന്നു രമേശ് പിഷാരടിയുടെ ബാലിശമായ ഈ വാഗ്ദാനത്തോട് എഴുത്തുകാരി ശാരദക്കുട്ടി ഉയർത്തിയ പരിഹാസം. രമേശ് പിഷാരടിക്ക് പറ്റിയ മറ്റൊരമളി നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം താൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞതാണ്. അതായത് രാഹുലിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്ന്. ഇതിനെ എഴുത്തുകാരി ശാരദക്കുട്ടി വീണ്ടും പരിഹസിച്ചു. രമേശ് പിഷാരടി പറഞ്ഞ രണ്ടാമത്തെ ഉറപ്പിനെ കുറിച്ച് പറയാൻ ലജ്ജയുണ്ട് എന്നായിരുന്നു ദ്വയാർത്ഥ രൂപേണ ശാരദക്കുട്ടി പരിഹസിച്ചത്. ഇത് ശാരദക്കുട്ടിയുടെ പരിഹാസം മാത്രമല്ല, ഈ മമ്മൂട്ടിയുടെയും വിഷയമൊക്കെ ഉയർത്തി കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾ രമേശ് പിഷാരടിക്ക് നേരെ ഉയർന്നു. ആർക്കും പകരക്കാരാകുകയല്ല, നിങ്ങളായി നിന്നുകൊണ്ട് ജയിപ്പിച്ചു വിട്ടവരെ സേവിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതാണ് ജനങ്ങൾക്ക് തിരികെ കൊടുക്കാൻ കഴിയുന്നത്. ഇതുപോലും അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് എന്ത് മറിക്കും എന്നുള്ള വലിയ ട്രോളുകൾ രമേശ് പിഷാരടിക്ക് നേരെ ഉയർന്നു. പിഷാരടിക്ക് നേരെ ഇപ്പോൾ ശക്തമാകുന്ന വലിയ വിമർശനം, UDF ബലത്തിലല്ലേ പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയായത്? മമ്മൂട്ടി ധൈര്യത്തിലാണോ മത്സരിക്കുന്നത് എന്നതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തേടി മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വന്നിരുന്നു. ഫോൺ സ്ക്രീനിൽ തന്റെ പ്രിയ താരത്തെ കണ്ടതോടെ പ്രവർത്തകർ ആർപ്പുവിളികളോടെയും കൈവീശിയും മമ്മൂട്ടിയെ എതിരേറ്റു. തനിക്ക് ചുറ്റും തടിച്ചുകൂടിയ വൻ ജനസാഗരത്തെ പിഷാരടി ഫോൺ ഉയർത്തിപ്പിടിച്ച് മമ്മൂട്ടിക്ക് കാണിച്ചു കൊടുത്തു. സ്ക്രീനിലൂടെ പ്രവർത്തകരെ കണ്ട മമ്മൂട്ടി തിരിച്ച് കൈവീശി കാണിക്കുകയും പിഷാരടിക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തു. സിനിമാ ലോകത്തെ ഉറ്റ സുഹൃത്തുക്കൾ കൂടിയായ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഈ ആത്മബന്ധം വോട്ടർമാർക്കിടയിൽ ആവേശം വിതറിയെന്ന് UDF തന്നെ അങ്ങ് തള്ളിമറിക്കുന്നു. UDF, കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ വീഡിയോ കോളിലെ ദൃശ്യങ്ങൾ വൈറലാക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അല്ല, മമ്മൂട്ടിയെ കണ്ടിട്ടാണോ പിഷാരടിക്ക് സീറ്റ് കൊടുത്തത് എന്ന് ചോദിക്കാതെ നിവർത്തിയില്ല. UDF അതിന് മറുപടി പറയണം. അല്ല, മമ്മൂട്ടിയെ കാണിച്ചാൽ ഉടനെ വോട്ട് കൊടുക്കാൻ പാലക്കാട്ടുകാർ എന്താ അത്ര മണ്ടന്മാരാണോ? അവർക്ക് ആവശ്യം വികസനവും ജനക്ഷേമവും ഒക്കെയാണ്. ഇനിയെങ്കിലും പിഷാരടിയും കോൺഗ്രസും വികസന കാര്യങ്ങൾ പറഞ്ഞ് പ്രചാരണം ശക്തമാക്കുക. ഈ പിഷാരടിക്ക് വേണ്ടി മറ്റു ചില നീക്കങ്ങളും ഈ പറയുന്ന സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. മമ്മൂട്ടി, ആസിഫ് അലി, നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഖാലിദ് റഹ്മാന്റെ പുതിയ ചിത്രം മട്ടാഞ്ചേരി മാഫിയയുടെ പോസ്റ്റർ പുറത്തിറങ്ങിയതിലും പിഷാരടി ചർച്ചകൾ സജീവമായിട്ടുണ്ട്. പോസ്റ്ററിന്റെ ചുവരിലുള്ള ഒരു ചിത്രത്തിന് രമേശ് പിഷാരടിയുമായി സാമ്യമുള്ളതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. പിഷാരടിക്ക് ഇത് മമ്മൂട്ടിയുടെ പിന്തുണയാണോ അതോ സിനിമയിലെ കഥാപാത്രമാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചോദ്യങ്ങൾ വന്നു. മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജ് വഴി പുറത്തു വന്ന പോസ്റ്റർ മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പോസ്റ്ററിലെ ചുവരിൽ വിജയിപ്പിക്കുക എന്ന അടിക്കുറിപ്പോടെ കാണിച്ചിരിക്കുന്ന ചിത്രം പിഷാരടിയുടെ ചിത്രത്തിന് സമാനമാണ്. ചിത്രം വലിയ രീതിയിൽ വൈറലായതോടെ പിഷാരടി മട്ടാഞ്ചേരി മാഫിയയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണോ അതോ ദിവസങ്ങൾക്ക് മുൻപ് മാത്രം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പിഷാരടിക്കുള്ള പിന്തുണയാണോ എന്നുള്ള അന്വേഷണത്തിലാണിപ്പോൾ പലരും. അതായത് അത് വലിയൊരു ചർച്ചയായി മാറി. പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും ശ്രദ്ധിക്കപ്പെട്ടു. സിനിമാ മേഖലയിൽ തന്റെ അനുയായിയായ പിഷാരടിക്ക് തന്നാലാവും വിധം പിന്തുണ നൽകാനുള്ള ശ്രമമാണ് മമ്മൂട്ടിയുടേത് എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെട്ടു. പൊതുവെ ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിക്കുന്ന താരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പിഷാരടിക്ക് പിന്തുണ നൽകാൻ തെരഞ്ഞെടുത്ത മാർഗമാണെന്നും കമന്റുകൾ വന്നു. ഇതുകൂടാതെ നടൻ മോഹൻലാലിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ച് രമേശ് പിഷാരടി വീണ്ടും കളം നിറഞ്ഞു. ലാലേട്ടനെ കാണാനെത്തിയ സമയത്തെ ചിത്രങ്ങളായിരുന്നു രമേശ് പിഷാരടി പങ്കുവെച്ചത്. എന്താ മോനെ, ജയിച്ചു വാ, കൈപിടിച്ച് ലാലേട്ടൻ എന്ന തലക്കെട്ടോടെയായിരുന്നു രമേശ് പിഷാരടിയുടെ ആ പോസ്റ്റ്. ആന്റണി പെരുമ്പാവൂരും ചിത്രത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ അനുഗ്രഹം ലഭിച്ചിരുന്നതായി പിഷാരടി പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ അനുഗ്രഹം വാങ്ങിയാണ് താൻ പാലക്കാട് മത്സരത്തിന് ഇറങ്ങുന്നത് എന്നായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞു വെച്ചത്.
താൻ ആരെയും നിർബന്ധിച്ച് പ്രചാരണത്തിന് ഇറക്കില്ലെന്നും താൻ വിജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട്ടേക്ക് എത്തിക്കുമെന്നും ഒക്കെ പിഷാരടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പാലക്കാട് മത്സരിക്കാനായി പാർട്ടി നൽകിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് രമേശ് പിഷാരടി വ്യക്തമാക്കി. ജനങ്ങളെ പരമാവധി നേരിൽ കണ്ടായിരിക്കും പ്രചാരണം. പ്രത്യേക തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കില്ല. പരിമിതമായ സമയമേ ഉള്ളൂ. തന്നെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും രമേശ് പിഷാരടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് ആളുകൾ കാണിച്ചു തരുന്നതെന്നും പിഷാരടി പറഞ്ഞു. അങ്ങനെ വികസനം പറയുക, അല്ലാതെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഉയർത്തി കാണിച്ച് ചെല്ലുന്നിടത്തെല്ലാം അത് പൊക്കിപ്പിടിച്ചിട്ട് അതൊരു വോട്ടിന് ആയുധമാക്കാനാണ് പിഷാരടിയും കൂട്ടരും ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കി തരികയുള്ളൂ. പിഷാരടി സിനിമാക്കാരനല്ലേ? അയാൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ സിനിമയിലെ സുഹൃത്തുക്കൾ വിളിക്കും, പ്രചാരണത്തിനൊക്കെ വരും. അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരോട് ശരിയാണ്, പിന്തുണ അറിയിച്ചും പ്രചാരണത്തിനും സിനിമാക്കാരൊക്കെ വന്നു പോകും. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സിനിമാക്കാരുടെ വരവും ബഹളവും മാത്രമായി പോകരുത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അയാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. അല്ലാതെ പോകുന്നിടത്തെല്ലാം മമ്മൂക്ക സീനെടുക്കാൻ ഇരുന്നാൽ പണി കിട്ടും. അത് എതിരാളിക്ക് കൈവെള്ളയിൽ അവസരം കൊണ്ടുവച്ച് കൊടുക്കുന്നതിന് തുല്യമായി പോകും. നമുക്ക് ഈ പറയുന്ന പോലത്തെ നടനായ പിഷാരടിയെ അറിയാം. സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള പിഷാരടിയെയും നമുക്കറിയാം. പക്ഷേ അയാൾ ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അതെങ്ങനെയായിരിക്കും? ആ മണ്ഡലത്തിലെ ജനങ്ങളോട് അയാളുടെ പെരുമാറ്റം എന്തായിരിക്കും? അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അയാളുടെ കേപ്പബിലിറ്റി എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ജനം ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ജനം അത് പ്രതീക്ഷിക്കും. അപ്പോഴും അവിടെ പോയി സിനിമാക്കാരൻ കളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുക? നമ്മളിത് തമിഴക രാഷ്ട്രീയമൊന്നും അല്ലല്ലോ. സിനിമാക്കാരെ അങ്ങ് തലപ്പൊക്കത്തിൽ കൊണ്ട് നടക്കാനും സിനിമാക്കാർ മത്സരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഉടൻ അങ്ങ് വിജയിച്ച് കയറുകയും ചെയ്യാൻ. ഇവിടെ പാറ്റേണേ വേറെയാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് ഈ പറയുന്ന സിനിമാക്കാരുടെയൊക്കെ പിന്തുണയുണ്ട് എങ്കിലും കേരളത്തിലെ ജനം എല്ലാം വിലയിരുത്തും. ഒരു രാഷ്ട്രീയക്കാരൻ, അയാൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു, അയാളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ ജനം ചർച്ച ചെയ്യും. അവരതിനനുസരിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ തന്നെ രമേശ് പിഷാരടി പലയിടത്തും ചെല്ലുമ്പോൾ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വരുമ്പോൾ ആ കോൾ ഉയർത്തി കാണിക്കുമ്പോൾ ആവേശമുണ്ടാകും. കാരണം നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരതെല്ലാം ആഘോഷമായും ആവേശമായും എടുക്കും. പക്ഷെ അതെല്ലാം വോട്ടാകും എന്ന് രമേശ് പിഷാരടി കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളുമായി ഇടപഴകുകയാണ്, രാഷ്ട്രീയം പറയുകയാണ് വേണ്ടത്, വികസനം പറയുകയാണ് വേണ്ടത്. അല്ലാതെ സിനിമയിലെ പളുപളുപ്പൻ ആ ഒരു ശൈലി ഇവിടെയും പിന്തുടർന്നാൽ അത് തിരിച്ചടി ഉണ്ടാക്കും. കാരണം തൊട്ടപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ എന്നൊരു നേതാവാണുള്ളത്. അവർക്ക് ഒരു വലിയ ശക്തിയുണ്ട്. നമ്മൾ BJP എതിർക്കുമ്പോഴും BJPയുടെ ശൈലിയെ എതിർക്കുമ്പോഴും ഇവരുടെ വർഗീയ മനോഭാവത്തെ എതിർക്കുമ്പോഴുമൊക്കെ അതെല്ലാം മാറ്റി നിർത്തി ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. നമ്മൾ ആലപ്പുഴയിലൊക്കെ കണ്ടതാണല്ലോ ശോഭാ സുരേന്ദ്രന് ജനപിന്തുണ കിട്ടുന്നത്. CPMന്റെ വോട്ടുകൾ പോലും ശോഭാ സുരേന്ദ്രൻ ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് രമേശ് പിഷാരടി ഈ സിനിമാ പ്രവർത്തനം നിർത്തിയിട്ട്, അല്ല ഈ രാഷ്ട്രീയം പറയേണ്ടിടത്തും വന്നും സിനിമ കളിക്കാൻ നിൽക്കാതെ രാഷ്ട്രീയമായി അതിനെ ഇടപെടുക, രാഷ്ട്രീയമായി പെരുമാറുക, ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ബോധം ഇനിയെങ്കിലും രമേശ് പിഷാരടിക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.